പാലക്കാട് ബാംഗ്ലൂർ KSRTC ഫ്ളാഗ് ഓഫ് ചെയ്ത പരിപാടിയിൽ രാഹുൽ മാങ്കൂട്ടം MLA പങ്കെടുപ്പിച്ചതിൽ പ്രതിഷേധം. ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. KSRTC സ്റ്റേഷൻ മാസ്റ്ററെ ഉപരോധിക്കുകയാണ്. ഇന്നലെയായിരുന്നു രാഹുൽ മാങ്കൂട്ടം ബസിന്റെ ഫ്ളാഗ് ഓഫ് നടത്തിയത്. നിയമസഭയിൽ നിന്ന് പോലും അദ്ദേഹത്തെ മാറ്റി നിർത്തിയിരിക്കുക. നിങ്ങളുമായി ബന്ധപ്പെട്ട വകുപ്പ് അധികാരികൾക്ക് അതല്ലെങ്കിൽ ഇതിന്റെ വകുപ്പ് മന്ത്രിക്ക് ഉൾപ്പെടെ വിളിച്ച് ഇങ്ങനെ ഈ MLA ഇത് ഉദ്ഘാടനം ചെയ്യാൻ വരുന്നതുമായി ബന്ധപ്പെട്ട ശാസ്ത്രമേള ഉൾപ്പെടെ അതിന്റെ പരിപാടികൾ പാലക്കാട് സംസ്ഥാന ശാസ്ത്രമേള നടക്കുക. അതിന്റെ പരിപാടി സർക്കാർ നിങ്ങൾക്ക് ഇതിനകത്ത് എന്താണ് എന്തായിരുന്നു? നിങ്ങൾക്ക് പ്രത്യേക താല്പര്യമുണ്ട് എന്നല്ലേ മനസ്സിലാക്കേണ്ടത്. ആ താല്പര്യമായിട്ട് ഈ പാലക്കാട് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയില്ല. നിങ്ങൾ സർക്കാർ നിയോഗിച്ച ആളാണ്. നിങ്ങളുടെ വ്യക്തിപരമായ താല്പര്യം ഇതിനകത്ത് ഞങ്ങൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. DTO എന്ന നിലയ്ക്ക് നിങ്ങളുടെ താല്പര്യമാണ്. ഒരു ജീവനക്കാർ ഈ പരിപാടി അറിഞ്ഞിട്ടില്ല, സാറ് മാത്രമാണ്. പിന്നെ ഏതാനും കോൺഗ്രസ് ഇവിടെ നടക്കുന്ന പരിപാടിക്ക് നോട്ടീസ്, ഒരു ഫ്ലെക്സ് ബോർഡ്, ഒരു അറിയിപ്പില്ല. ഒരു അതിന്റെ അതുമായി ബന്ധപ്പെട്ട് ഇവിടെ നിൽക്കുന്ന പത്രക്കാരെങ്കിലും സാറിന് കുറെ താല്പര്യങ്ങൾ ഇതിനു മുമ്പ് നടന്ന പരിപാടികൾ സമാനമാണോ ഈ പത്രക്കാര്? ഇതിനു മുമ്പ് ഉദ്ഘാടനം ചെയ്തിട്ടില്ലേ? ഇങ്ങനെയാണോ ചെയ്തിട്ടുള്ളത്? ജനകീയമായി ചെയ്യേണ്ട പരിപാടി ഒളിച്ചും പാത്തും അല്ലെങ്കിൽ കോൺഗ്രസിന് വിടുപടി ചെയ്യുന്ന സാറിന്റെ ഈ തീരുമാനത്തെ സാർ, ഇവിടെ ശാസ്ത്രമേള നടക്കുന്നല്ലോ, സംസ്ഥാന ശാസ്ത്രമേളയാണല്ലോ, ഈ പാലക്കാട് വെച്ചിട്ടാണല്ലോ നടക്കുന്നത്. MLA എന്തുകൊണ്ട് അതിൽ പങ്കെടുപ്പിച്ചില്ല? ഒരു സാമാന്യ ബുദ്ധി വേണ്ടേ? ഒരു ഉദ്യോഗസ്ഥ തലത്തിൽ ഇരിക്കുമ്പോഴും നിങ്ങൾ പ്രോട്ടോകോൾ കാര്യം പറയുമ്പോഴും ഒരു സാമാന്യമായി ചിന്തിക്കണ്ടേ? അതെന്തുകൊണ്ടുണ്ടായില്ല? ഈ പാലക്കാടിലെ ജനങ്ങൾക്ക് വലിയ അപമാനമല്ല ഉണ്ടാക്കി. ഇത് സർക്കാരിന്റെ ശ്രദ്ധയിൽ, വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽ, സംസ്ഥാനത്തെ വകുപ്പ് അധികാരികളുടെ ശ്രദ്ധയിൽ പരാതിയായിട്ട് തന്നെ കൊടുക്കുന്നുണ്ട്. ഇവിടെ DTO ഉൾപ്പെടെയുള്ള ആളുകൾ ഈ കാര്യത്തിൽ കാണിച്ചിട്ടുള്ള രാഷ്ട്രീയപരം, അദ്ദേഹത്തിന് രാഷ്ട്രീയം ഉണ്ടാവും. അത് കൃത്യമായി ഇവിടെ ഈ ഉദ്ഘാടനം ആലോചിച്ചത് KSRTCയിലെ ഒരു പ്രത്യേക സംഘടനയുമായിട്ടാണ്. KSRTCയിൽ പ്രവർത്തിക്കുന്ന പ്രത്യേക സംഘടനയുടെ നിർദ്ദേശപ്രകാരമാണ് അദ്ദേഹം. അംഗീകൃത യൂണിയൻ ഉണ്ടല്ലോ, മറ്റാരെ അറിയിക്കണ്ട, അവരെ അറിയിക്കണ്ടേ? ഈ കോൺഗ്രസിന്റെ രാഷ്ട്രീയമാണ്, അല്ലെങ്കിൽ അത് ഓപ്പൺ ആയിട്ട് പറഞ്ഞോളൂ. കോൺഗ്രസ് രാഷ്ട്രീയം വളർത്താൻ വേണ്ടി അത് പറഞ്ഞോളൂ. പിന്നെ ആ രൂപത്തിലാണ് ഉദ്യോഗസ്ഥന്റെ പണിയെടുക്കുക. അനുമോദാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. അനുമോദ്, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വലിയ പ്രതിഷേധം നേരത്തെ തന്നെ ഡിവൈഎഫ്ഐ ഉയർത്തുന്നതാണ്. ഇപ്പോൾ ഇങ്ങനെ ഒരു ചടങ്ങ് രഹസ്യമാക്കി നടത്തി എന്നുള്ളതാണല്ലോ ഡിവൈഎഫ്ഐയുടെ ആരോപണം. ഏത് നിലയിലുള്ള പ്രതിഷേധമാണ് ഉണ്ടാകുന്നത്? അഭിലാഷ, ഇന്നലെ രാത്രിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് KSRTC ബസ് ടെർമിനലിൽ നിന്ന് മംഗളൂരിലേക്കുള്ള പുതിയ ബസ്സിൻ്റെ AC ബസ്സിൻ്റെ ഫ്ളാഗ് ഓഫ് ചടങ്ങിൽ പങ്കെടുത്തത്. നേരത്തെ തന്നെ രാഹുൽ സ്വകാര്യ ചടങ്ങുകളിൽ പൊക്കോട്ടെ, പക്ഷേ ഔദ്യോഗിക പരിപാടികളിൽ പങ്കെടുത്താൽ തടയുമെന്ന ഒരു ഭീഷണി BJPയും DYFയും ഒക്കെ മുഴക്കിയിരുന്നു. എന്നാൽ തികച്ചും രഹസ്യമായിട്ടായിരുന്നു ഈ ഒരു പരിപാടി സംഘടിപ്പിച്ചത്. KSRTC വിശദീകരിക്കുന്നത് ഇത് മുൻപുണ്ടായിരുന്ന സർവീസിന് പകരം വന്ന ബസ്സിൻ്റെ റീപ്ലേസ്മെൻ്റ് ആയിരുന്നു. സ്വാഭാവികമായിട്ടും MLA എന്ന നിലയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ അറിയിച്ചിരുന്നു. ഒരു ചടങ്ങായിട്ട് നടത്തും എന്ന രീതിയിലായിരുന്നില്ല എന്നായിരുന്നു അവർ പറയുന്നത്. എന്നാൽ രാഹുൽ എത്തുകയും ബസ്സിന് പച്ചക്കൊടി വീശുകയും തുടർന്നാണ് ഇതിൻ്റെ ദൃശ്യങ്ങളും മറ്റു കാര്യങ്ങളുമൊക്കെ പുറത്തറിയുന്നത്. മാധ്യമങ്ങൾക്ക് പോലും ഈ ചടങ്ങിന് ശേഷമാണ് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ പ്രതിഷേധക്കാർക്ക് അവിടെ എത്താൻ കഴിഞ്ഞില്ല. KSRTCയിലെ തന്നെ BMS CIT യൂണിയൻകാർ പോലും ഇത് അറിഞ്ഞോ എന്ന കാര്യത്തിലും സംശയമുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ നേരത്തെ രാഹുൽ എത്തിയാൽ തടയുമെന്ന ഭീഷണി DYFയുടെയും BJPയുടെയും ഭീഷണി വിലപ്പോയില്ല, അല്ലെങ്കിൽ നടന്നില്ല എന്ന തരത്തിൽ വലിയ പ്രചാരണം ഇന്നിപ്പോൾ സൈബർ അണികൾ കോൺഗ്രസ് സൈബറിൽ നടത്തുന്നു. ഇവിടെയാണ് പ്രതിഷേധവുമായിട്ട് ഇപ്പോൾ DYFയുടെ ഭാഗത്തു നിന്നും ഉയർന്നിരിക്കുന്ന DYFയുടെ പ്രതിഷേധം നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ കോൺഗ്രസിലെ ഒരു വിഭാഗം തന്നെ അവരെ അറിയിക്കാതെയാണ് ഈ ഒരു പരിപാടി സംഘടിപ്പിച്ചതെന്ന പ്രതിഷേധം സംഘടിപ്പിക്കുന്നുണ്ട്. അത്തരത്തിൽ രാഹുൽ പക്ഷേ ഉദ്ഘാടനം ചെയ്തു മടങ്ങി എന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് രാഹുലിനെ ഔദ്യോഗിക പരിപാടികളിൽ പങ്കെടുക്കാൻ സമ്മതിക്കുന്നില്ല എന്ന ഭീഷണിയെ വകവയ്ക്കാതെ രാഹുൽ പങ്കെടുത്തു എന്നൊരു കോൺഗ്രസ് സൈബർ അണികളെ സംബന്ധിച്ച് വലിയ ആഘോഷമായിട്ട് ഒരു ഭാഗത്ത് പ്രചരണം നടക്കുമ്പോഴാണ് കോൺഗ്രസിലെ ഒരു വിഭാഗം തന്നെ ഇത് രാഹുൽ വന്നത് ആ ഒരു മേഖലയിലെ പ്രവർത്തകരെ അറിയിക്കാതെയാണ്, അത് ചോർന്നു പോകുമെന്ന കാരണത്താലാണോ, അത് അറിയിക്കാഞ്ഞെന്ന തുടങ്ങിയുള്ള ആരോപണങ്ങളുമായിട്ട് കോൺഗ്രസിൻ്റെ ഒരു വിഭാഗം രംഗത്തെത്തിയിരിക്കുന്നത്. അതിന് പിന്നാലെയാണ് DYFI ഇപ്പോൾ
പാലക്കാട് ഈ ഒരു പ്രതിഷേധവും സംഘടിപ്പിക്കുകയും തുടർന്ന് എന്നാൽ രാഹുലിൻ്റെ MLA എന്ന നിലയിൽ രാഹുലിനെ തടയാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും വലിയ പ്രതിഷേധം ഈ വിഷയത്തിൽ പാലക്കാട് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ്. തീർച്ചയായും അവിടെ അനുമോദ് ഈ പ്രോട്ടോകോൾ എന്നതാണല്ലോ ഇപ്പോൾ KSRTCയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന പ്രതികരണം. ഇപ്പോൾ സ്റ്റേഷൻ മാസ്റ്ററെ അടക്കം ഉപരോധിക്കുമ്പോൾ കോൺഗ്രസിന് വേണ്ടി വിടുപണി ചെയ്യുന്നു എന്ന ആരോപണമാണ് DYFI നേതാക്കളുടെ ഭാഷയിൽ നിന്ന് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത്. അദ്ദേഹം കോൺഗ്രസ്സുകാരനാണെങ്കിൽ അത് പറയുകയാണ് ചെയ്യേണ്ടത് എന്ന് പറയുന്നു. മാത്രവുമല്ല ഈ KSRTCയിലെ ഒരു വിഭാഗം യൂണിയനെ അല്ലെങ്കിൽ ഒരു വിഭാഗത്തെ മാത്രം അറിയിച്ചു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അത് INTUC ആയിരിക്കണമെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഉറപ്പില്ല. ട്രേഡ് യൂണിയൻകാരെ അറിയിച്ചില്ല, പത്രക്കാരെ അറിയിച്ചില്ല എന്ന തരത്തിലൊക്കെയുള്ള ആക്ഷേപം ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു രഹസ്യ സ്വഭാവത്തോടു കൂടി തന്നെ നടത്തുമ്പോൾ അതിനൊരു അജണ്ട ഉണ്ടായിരുന്നു എന്നാണല്ലോ അവർ പറഞ്ഞു വയ്ക്കുന്നത്. തീർച്ചയായും അതൊരു വലിയ ആരോപണം തന്നെയാണ് ഉന്നയിക്കുന്നത്. അതായത് പക്ഷേ ഇത് സംബന്ധിച്ച് KSRTCയുടെ ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു വിശദീകരണം, ഒരു പുതിയ ബസ് തുടങ്ങുമ്പോഴുള്ളതുപോലെ ഒരു ആഘോഷമായിട്ടോ ഉദ്ഘാടന ചടങ്ങുമായിട്ടല്ല ഇത് നടത്തിയത് എന്നുള്ളതാണ്. നിലവിൽ തന്നെ ഒരു ബാംഗ്ലൂർ സർവീസ് ഉണ്ടായിരുന്നു. അതിന് പകരം AC സീറ്റർ ബസ് വന്നപ്പോൾ അത് ഒരു റീപ്ലേസ്മെൻറ്റ് മാത്രമായിട്ടാണ് ആ ബസ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഈ ഒരു ഇങ്ങനെ ബസ് വന്നിട്ടുണ്ട് എന്ന വിവരം സ്ഥലത്തെ MLA എന്ന നിലയിൽ അദ്ദേഹത്തെ അറിയിക്കുകയും അദ്ദേഹം വരാമെന്ന് ഇങ്ങോട്ട് പറയുകയും ചെയ്തു എന്നാണ് KSRTC പറയുന്നത്. സ്വാഭാവികമായിട്ടും KSRTC അധികൃതരുടെ ഈ ഒരു വിശദീകരണം ഒരുപക്ഷെ DYFIക്കും BJPക്കും വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. കാരണം അവരെ വെല്ലുവിളിച്ചുകൊണ്ട് രാഹുൽ അവിടെ ഒരു ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു എന്നുള്ളത് തന്നെയാണ് അവരെ സംബന്ധിച്ച് ഈ വിഷയത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടാക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും KSRTCക്കെതിരെ അത്തരത്തിലൊരു ഗൂഢനീക്കം നടത്തി എന്ന ആരോപണത്തിൽ അവർ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു. CITU BMS ഒന്നും ഇത് അറിഞ്ഞില്ല എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും വിരൽ ചൂണ്ടുന്നത് രഹസ്യമായിട്ട് ഇത് പരിപാടി നടത്താനുള്ള നീക്കമായിരുന്നു, അല്ലെങ്കിൽ രഹസ്യമായിട്ട് ഈ പരിപാടി നടത്തി എന്നുള്ള ആരോപണം തന്നെയാണ് DYFI മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ KSRTC പറയുന്നത് ഇത് അതൊരു റീപ്ലേസ്മെൻറ്റ് ബസ് ആയതുകൊണ്ട് വലിയൊരു ഔദ്യോഗിക പരിപാടികളായിട്ട് നടത്തേണ്ടതില്ല എന്ന തരത്തിലായിരുന്നു. KSRTC തന്നെ പല ഉന്നത ഉദ്യോഗസ്ഥരും DTO അടക്കമുള്ളവർ പരിപാടിയിൽ പങ്കെടുത്തില്ല എന്ന കാര്യം കൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അവർ ഇതിനെ പ്രതിരോധിക്കുന്നത്. ഒപ്പം ഇത് കോൺഗ്രസിനകത്തും ചില തർക്കങ്ങൾ നിലനിൽക്കുന്നു എന്നാണല്ലോ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടം വിഷയം വന്നതിന് ശേഷം കോൺഗ്രസിനകത്ത് തന്നെ രാഹുലിനെ പിന്തുണയ്ക്കുന്നവർ ഉണ്ട്. രാഹുലിന് പൊതുവിടങ്ങളിൽ പദവികൾ നൽകിയാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ചടങ്ങിൽ പങ്കെടുക്കാനൊക്കെ അനുവദിച്ചാൽ അത് കോൺഗ്രസിന് നാണക്കേടാണ് എന്ന മറുഭാഗം കൂടിയുണ്ട്. അപ്പോൾ കോൺഗ്രസിനെയും കൃത്യമായി അറിയിക്കാതെയാണ് ഈ ചടങ്ങ് നടത്തിയത് എന്ന വിമർശനം കോൺഗ്രസിനകത്തും എതിർപ്പുകൾ ഉയർത്തുന്നുണ്ടല്ലോ. തീർച്ചയായും കോൺഗ്രസിനുള്ളിൽ ഇതൊരു ആഭ്യന്തര തർക്കം ഉണ്ടാക്കുന്നു എന്നാണ് ഇതിലും മറ്റൊരു പ്രധാനപ്പെട്ട പ്രതിസന്ധി. ഇപ്പോൾ പാലക്കാട് നഗരസഭാ കൗൺസിലർ മൻസൂർ മണലാഞ്ചേരിയാണ് ഈ വിഷയത്തിൽ പ്രതിഷേധവുമായി എത്തിയിട്ടുള്ളത്. അദ്ദേഹം നഗരസഭാ കൗൺസിലറാണ്, കോൺഗ്രസ് നേതാവാണ്. അദ്ദേഹത്തിൻ്റെ പ്രതിഷേധം അദ്ദേഹത്തെ അറിയിക്കാതെ ഈ ഒരു പരിപാടി പുതുപ്പള്ളി തെരുവിൽ നിന്നുള്ളവരെ അറിയിച്ചില്ല, മറ്റ് മേഖലയിൽ നിന്ന് അതായത് പുത്തൂരിൽ നിന്നുള്ള ആളുകൾ വരെ പരിപാടിയിലേക്ക് എത്തി എന്ന തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ ആക്ഷേപം. ഇത് എന്തുകൊണ്ടാണ് ഈ വിഷയം അവരെ അറിയിക്കാതിരുന്നത്? മൻസൂർ മണലാഞ്ചേരി നേരത്തെ രാഹുലിനെ പ്രതിരോധം തീർക്കുമെന്നൊക്കെ പരസ്യമായി പ്രഖ്യാപിച്ചൊരു നേതാവ് കൂടിയാണ്. അപ്പോൾ ഒരു വിഭാഗം നേതാക്കളെ മാത്രം അറിയിച്ചുകൊണ്ട് ഇത് നടത്തി എന്നുള്ളത് കോൺഗ്രസിനുള്ളിൽ മറ്റൊരു ആഭ്യന്തര തർക്കത്തിന് വഴിയൊരുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. DYFIയും BJPയും ഒക്കെ പ്രതിഷേധിക്കുന്നത് ഇത് അവരെ അറിയിക്കാതെ നടത്തി, അല്ലെങ്കിൽ ആരെയും അറിയിക്കാതെ നടത്തി, ഇത് രഹസ്യമായിട്ട് രാഹുലിനെ ഒരു സേഫായിട്ട് ഉള്ള ഒരു രണ്ടാം വരവിന് വേണ്ടി കളമൊരുക്കി എന്നൊരു ആക്ഷേപമാണ് DYFIയും BJPയൊക്കെ ഉന്നയിക്കുന്നുണ്ടെങ്കിൽ കോൺഗ്രസിലൊരു വിഭാഗം ഇത് ആരെയും അവരെ അറിയിക്കാതെ നടത്തി എന്ന തരത്തിൽ മറ്റൊരു വിവാദത്തിലൂടെ തിരികൊളുത്തിരിക്കുകയാണ്. എന്നാണെങ്കിലും രാഹുലിൻ്റെ ഈ ഒരു വിവാദങ്ങൾക്കിടയിലുള്ള ആദ്യത്തെ ഔദ്യോഗിക പരിപാടി അത് ആരും തടഞ്ഞില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആർക്കും തടയാൻ കഴിഞ്ഞില്ല എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ അതേ ചൊല്ലി ഇപ്പോൾ കോൺഗ്രസിനുള്ളിൽ മറ്റൊരു തർക്കം തുടങ്ങി എന്നുള്ളതാണ്, ഉടലെടുത്തു എന്നുള്ളതാണ് ഇതിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം. അഭിലാഷ്. യെസ്, ഈ സൂചിപ്പിക്കുന്ന പോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തെ പൊതുപരിപാടികളിൽ തടയുമെന്ന് BJPയും ഒപ്പം CPIഎമ്മും ഒക്കെ വ്യക്തമാക്കിയിരുന്നതാണ്, അതിൻ്റെ യുവജന സംഘടനകൾ അടക്കം. പക്ഷേ അതിനിടയിലാണ് KSRTCയുടെ AC ബസിൻ്റെ സർവീസ് പുനരാരംഭിച്ചത്, പുതിയ ബസിൻ്റെ ഫ്ലാഗ് ഓഫ് നിർവഹിച്ചത് എന്നുള്ളതാണ്. അത് കോൺഗ്രസിനെ പോലും അറിയിച്ചില്ല എന്ന ആക്ഷേപം കോൺഗ്രസിനകത്തും നിലനിൽക്കുന്ന പശ്ചാത്തലമുണ്ട്. ഒപ്പം സ്റ്റേഷൻ മാസ്റ്റർ രാഷ്ട്രീയമായി രാഹുൽ മാങ്കൂട്ടത്തിന് നൽകിയ പിന്തുണയാണിത് എന്ന വിമർശനമാണ് ഇപ്പോൾ DYFI ഉന്നയിക്കുന്നത്.